തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് മുഖമിനുക്കൽ നടപടിയുടെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അവിടെ മുതൽ തുടങ്ങിയതാണ് പാർട്ടിക്കും സർക്കാരിനും കഷ്ടകാലം. അയ്യപ്പ സംഗമത്തിൽ NSSനെയും SNDPയെയും ഒരുമിച്ച് പങ്കെടുപ്പിച്ചത് രാഷ്ട്രീയ വിജയമായി കണ്ടെങ്കിലും തുടർന്നിങ്ങോട് എല്ലാം പാളുന്നതാണ് കണ്ടത്. ശബരിമലയിലെ സ്വർണ്ണ വിഷയം എത്തിയതോടെ പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഈ കേസിലെ അറസ്റ്റ് നടപടികൾ ഇന്നലെ വരെ രാഷ്ട്രീയക്കാരിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റോടെ പാർട്ടിയിലേക്കും കാര്യങ്ങളെത്തി. ഇതോടെ കൈകഴുകി രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ആശങ്കയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെ പത്മവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണ് പാർട്ടി. അയ്യപ്പന്റെ പൊന്ന് മോഷ്ടിച്ചവരെ സംരക്ഷിക്കില്ലെന്ന പതിവ് പ്രതിരോധം ശബരിമല സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ CPMന് ഇനി ഒട്ടും മതിയാവാത്ത അവസ്ഥയിലാണ്. തെക്കൻ കേരളത്തിൽ CPMന്റെ അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളും മുൻ MLAയുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. PK ചന്ദ്രാനന്ദനെ ദേവസ്വം ബോർഡ് അംഗമാക്കിയതിനു ശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് CPM നിയോഗിച്ച ആദ്യ നേതാവായിരുന്നു അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാർ. അങ്ങനെ ഒരാളുടെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ LDFനെയും സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു.